ഹലോ വെൽക്കം ബാക്ക് ടു സനീസ് വ്ലോഗ്. ചിക്കൻ ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ആദ്യം നമുക്ക് 3 മുട്ട എടുക്കാം. ആദ്യം ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ ഞാൻ ഒരെണ്ണം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് നമുക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ അതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മൈദ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് മന്തി മസാലയും മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ. പിന്നെ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തപ്പോഴത്തേക്കും കുറച്ച് അരിപ്പൊടി ഇച്ചിരി ഒന്ന് വെള്ളം ഒഴിച്ച് നനച്ചിട്ട് ഞാൻ പുറമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ. ഒരു ചെറിയൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. കണ്ടോ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്, പക്ഷെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ഉള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ മയണൈസ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി നമുക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ ഇക്കു വീട്ടിലുള്ള ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇക്കുവിന് നോൺ വെജ് ആണ് ഇഷ്ടം. ചിക്കനൊക്കെ ആണെങ്കിൽ ആൾ ഹാപ്പിയാണ്. അങ്ങനത്തെ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. മയണൈസ് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് സോസും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണേ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക്